തൃശൂരിൽ ATM കവർച്ചയ്ക്ക് ഉപയോഗിച്ച ആയുധം തെളിവെടുപ്പിനിടെ കണ്ടെടുത്തു. താണിക്കുടത്ത് നിന്നാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. പാലത്തിൽ കാർ നിർത്തിയ ശേഷം തോട്ടിലേക്ക് ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു എന്നാണ് പ്രതികളുടെ മൊഴി. കവർച്ചാ സംഘം കടത്തിക്കൊണ്ടുപോയ ATM ട്രേകളും ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. ATM തകർക്കാൻ ഉപയോഗിച്ച സിലിണ്ടർ പുഴയിൽ നിന്ന് കണ്ടെടുത്തു. സൂരജ് സജി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തത്സമയം. സൂരജ്, ഈ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ? ഇല്ല ഉന്മേഷ്, ഇപ്പോഴും ഈ തെളിവെടുപ്പ് നടക്കുകയാണ്. ഈ കേസിലെ ഏറെ നിർണായകമായ തെളിവുകളാണ് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ധരും ചേർന്നുകൊണ്ട് ഈ താണിക്കുടത്ത് പുഴയിൽ നിന്ന് കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ഏറെ നിർണായകമെന്ന് പറയുന്നത് ഈ ATM എങ്ങനെ തകർത്തു എന്നതായിരുന്നു. അതിൽ ATM തകർക്കാൻ ഉപയോഗിച്ച ഗ്യാസ് സിലിണ്ടറുകൾ അടക്കം ഇവിടെ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 സിലിണ്ടറുകളും ഗ്യാസ് കട്ടറുകളുമാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ഒരേ സമയം ഇത് പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരിക്കാം ഈ മോഷണം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇവർ ഈ പണം കടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് ATM തകർത്തതിന് ശേഷം ഈ പണം സൂക്ഷിച്ചിരുന്ന ട്രേകൾ അടക്കമായിരുന്നു അന്ന് ഈ സംഘം കടത്തിക്കൊണ്ടുപോയത്. അത് അന്ന് തന്നെ നമ്മൾ വാർത്തയിൽ പറയുകയും ചെയ്തു. അത്തരത്തിൽ അന്ന് ഈ ട്രേയോടുകൂടി പണം കടത്തിക്കൊണ്ടുപോയതിനു ശേഷം ഈ കാർ പാലത്തിൽ നിർത്തി പണം എടുത്ത ശേഷം ഈ ട്രേ ഈ പുഴയിലേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു, വലിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഈ ട്രേകളും അതുപോലെ തന്നെ ഈ ATM തകർക്കാൻ ഉപയോഗിച്ച സിലിണ്ടറും ഗ്യാസ് കട്ടറും അടക്കം കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ദൃശ്യങ്ങളിലേക്ക് പോയാൽ മുങ്ങൽ വിദഗ്ധർ ഇപ്പോഴും ഈ പുഴയിൽ അരിച്ചു പറക്കുകയാണ്. ഇവിടെ നിന്നൊരു 13ലധികം ട്രേകൾ കണ്ടെടുക്കാനുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മറ്റ് അനുബന്ധ തെളിവുകൾ എന്തെങ്കിലും ഈ പുഴയിൽ നിന്ന് ലഭിക്കുമോ എന്നത് കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതികളെ എല്ലാവരെയും തന്നെ ഇന്ന് ഈ മോഷണം നടത്തിയ ഷൊർണൂർ റോഡിലെ ATMിലും എത്തിച്ച് തെളിവെടുത്തിരുന്നു. 4 പ്രതികളെയാണ് എത്തിച്ചിരുന്നത്. ഇവരാണ് ഈ വാഹനത്തിലെത്തി ഈ കവർച്ച നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 പേരെയും വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കുന്നത്. ഇനി 2 ATMകളിൽ കൂടി പ്രതികളെ എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്യും. ചാലക്കുടിയിലാണ് ഇവിടെ നിന്ന് ഇവർ കാറ് മാർഗം ചാലക്കുടിയിൽ എത്തിയ ശേഷം ഈ കാർ കണ്ടെയ്നറിൽ കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും നിർണായകമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഉന്മേഷ്, ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ്. ATM ട്രേകൾ കണ്ടെടുക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. സൂരജ് സജിയാണ് തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിയത്.